ഹായ് ഫ്രണ്ട്സ്, ബാലൂസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് അടുത്ത് വന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഞാൻ വണ്ടി പരിചയപ്പെടുത്തും എന്നൊക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പുറകെ കാണുന്ന ഇതാണ് വണ്ടി. അപ്പോൾ ഇത് 2013 ബൊലേറോയിൽ നിന്ന് നമ്മൾ ഈ ഓവർലാൻഡിങ് ചെയ്യാൻ വേണ്ടി വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളും ചെറിയ ഓൾട്രേഷൻസും മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അല്ലാണ്ട് സാധാ വണ്ടീനെ പോലെ എൻജിനും അതിൻ്റെ സ്പെസിഫിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് 2 വീൽ ഡ്രൈവ് ബൊലേറോ ആണ്. 2013 ടെർബോ എൻജിനുള്ള AC, പവർ സ്റ്റിയറിങ്, പവർ വിൻഡോ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ നമ്മൾ എക്സ്ട്രാ വെച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മളൊരു ഹെഡ്ലൈറ്റ്, ഇത് ഫോഗ് ലാമ്പ് അല്ല, ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഹെഡ്ലൈറ്റ് എക്സ്ട്രാ ഇവിടെ നല്ല വിസിബിലിറ്റിക്ക് ഹെഡ്ലൈറ്റ് തന്നെ ഒരെണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഫോഗ് ലാമ്പ് എന്ന് പറഞ്ഞാൽ LED ചെറിയ ലൈറ്റാണ് വച്ചിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ടിൽ ഈ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെന്ന് പറയാൻ. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലാഡർ കാണാം. ഈ ലാഡർ നമുക്ക് മേളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ നമ്മുടെ ടെൻ്റാണ്, റൂഫ് ടെൻ്റാണ്. അതിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ഉള്ളൊരു സാഹചര്യമല്ല. കാരണം അത് ചെറിയൊരു വർക്കും കൂടെ പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കയറൊക്കെ കെട്ടി നിർത്തിയേക്കുവാണ്. നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത് പോകേണ്ട സമയം ആയതുകൊണ്ട് ജസ്റ്റ് കയറ് കെട്ടി നിർത്തിയേക്കുവാണ്. അതിന് ബെൽറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ചെറിയൊരു വർക്കും കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് യാത്രയിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഫുള്ള് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇതൊന്നുമില്ല. ഒരു ലാഡർ ഉണ്ട്, നമുക്ക് കയറി മേളിലേക്ക് ആക്സസിന് വേണ്ടിയുള്ള ലാഡറാണ്. പിന്നെ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും, ഇത് ഫുള്ള് ഈ റൂഫ് ടെൻറ്റിലേക്കുള്ള ഫുൾ വയറിങ്ങുകളാണ് ഈ പോയിരിക്കുന്നത്. ഇതിനകത്ത് ബാറ്ററിയിൽ നിന്നും കണക്ഷൻ ഉണ്ടാവും, ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ AC-യും DC-യും 2 തരത്തിലുള്ള കറണ്ടും മേളിലേക്ക് ചെല്ലുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ യാത്രയിൽ നിങ്ങളെ ഇത് ചെയ്ത് തരാം. ഇപ്പോൾ ടെൻറ്റ് നിവർത്തി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ബൊലേറോ പോലെ തന്നെയാണ്. അങ്ങനെ കാഴ്ചയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാം സീറ്റിംഗ് ഞങ്ങൾ ഏറ്റവും ബാക്കിലെ ബേബി സീറ്റ് മാത്രം ഒഴിവാക്കി ബാക്കി 4 പേർക്കുള്ള സീറ്റിംഗ് പൊസിഷൻ ഉണ്ട്. പിന്നെ കൂടുതലും ഞങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മൾ കറണ്ട് അതിനുള്ള പരിപാടികളൊക്കെയാണ്. ഇത് കണ്ടോ നിങ്ങൾ, ഇത് നമ്മളിവിടെ 2 പ്ലഗും കറണ്ടിനുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ ചെറിയൊരു ഇൻവെർട്ടർ പിടിപ്പിച്ചിട്ട് അതിനുള്ള കണക്ഷൻസാണ്. ഇപ്പോൾ ഈ സ്വിച്ചിൽ നമ്മൾ ഇപ്പോൾ വണ്ടിയുടെ മേളിൽ ടെൻറ്റിൽ 4 ഭാഗത്തേക്കുള്ള ലൈറ്റ്, നമ്മൾ രാത്രി എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുമ്പോൾ ഏത് സൈഡിലേക്കാണോ ലൈറ്റ് വേണ്ടത് ആ സൈഡിലേക്കുള്ള ലൈറ്റ് ഇടാനുള്ള കൺട്രോൾ സ്വിച്ചുകളാണ് ഇതൊക്കെ. ഇത് ഒരു DP-യും കൊടുത്തിട്ടുണ്ട്. കട്ട് ഓഫിന് വേണ്ടിയുള്ള ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു കട്ട് ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്നത്. ഇൻവെർട്ടറിൻ്റെ ലൈന് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നേരെ ഇൻവെർട്ടറിൻ്റെ യൂണിറ്റിലേക്ക് പോകും. ഇത്രയൊക്കെയുള്ള ചെറിയ ഇതൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഒരു ചെറിയൊരു ഇതാട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളൂ. മൊത്തം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം മേളിലെ ടെൻ്റൊക്കെ നിവർത്തി കാണിക്കാമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് എനിക്കത് ചെയ്യാൻ പറ്റില്ല, 2 പേരുടെ സഹായം വേണം. അപ്പോൾ ഞങ്ങൾ പോവേണ്ട സമയമായി, അതുകൊണ്ട് എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ എനിക്കാണെങ്കിലും ഇനി ഈ വണ്ടിയിൽ ഗ്രാഫിക്സ് ചെയ്യണം, ഇൻവെർട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ തിരക്കിലാണ്, അതിൻ്റെ ഇടയിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒന്നും തോന്നരുത്. നമ്മൾ ഇനി യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ ഞാൻ ഇതെല്ലാം പരിചയപ്പെടുത്തി തരുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം കൂടെ ഷെയർ ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഈ ഇന്ത്യ മുഴുവൻ
പോയി വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇന്ത്യയുടെ ഞങ്ങൾ കവർ ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റിലും 100 മരങ്ങൾ വെച്ചെങ്കിലും ഞങ്ങൾ നടാൻ ഉള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വരുന്ന വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മൾ നേരെ വണ്ടി ഗ്രാഫിക്സ് ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അൾട്ടിമ, നമ്മുടെ ഫെബിനിക്കയുടെ വർക്ക്ഷോപ്പിലെ സ്റ്റാഫാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ട്രയൽ അടിച്ച് ഫുൾ ഓക്കെ ആണോ എന്ന് കൺഫേം ആക്കാൻ വേണ്ടി വന്നാൽ അവർ ഓടിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പോണ വഴിക്ക് ക്ലിയർ ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഇൻവേർട്ടർ സെറ്റായിക്കൊണ്ടിരിക്കുക. അത് ഇൻവേർട്ടർ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ UPS. നമ്മുടെ ആശാനാണ് സെറ്റ് ചെയ്യണേ. ഒരു സംശയം വയ്ക്കാനാ, ഇതാണ് നമ്മുടെ ഇത് വെച്ചാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ UPS പോലത്തെ സാധനം വെച്ചിട്ട് ഇൻവേർട്ടർ സെറ്റ് ചെയ്യാം. നമ്മുടെ ആംബിയർ കൂടിയ ഒരു